Hi, good morning. Good morning, teacher. Good morning. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രോബബിലിറ്റി ലാസ്റ്റ് എക്സസൈസ് 16.3 ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൽ 18 ആണ്, ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇൻ ക്ലാസ് 11 ഓഫ് എ സ്കൂൾ, ഇൻ class 11 of a school, 40% of students study mathematics. 40% of students study mathematics. And 30% study biology. 30% study biology. 10% of the class, 10% of the class study both mathematics and biology. Ten percent of the students study both mathematics and biology. If a student is selected at random, if a student is selected at random from the class, find the probability that he will be studying mathematics or biology. He will be studying mathematics or biology. അപ്പോൾ ഒരു ക്ലാസ് 11 അതിൽ മാത്സ് സ്റ്റുഡൻസ് ഉണ്ട്, ബയോളജി പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, ബോത്ത് രണ്ടും മാത്സ് ആൻഡ് ബയോളജി പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഒരു കുട്ടിയെ സെലക്ട് ചെയ്യണം. ആ കുട്ടി മാത്സ് ഓർ ബയോളജി പഠിക്കാനുള്ള പ്രോബബിലിറ്റി എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് മാത്സ് പഠിക്കുന്ന സ്റ്റുഡൻസ് എന്ന ഇവന്റ് എം എന്ന് തന്നെ എടുക്കാം. ബയോളജി പഠിക്കുന്ന സ്റ്റുഡൻറ് ആ ഇവന്റിനെ ബി എന്നെടുക്കാം. എ ബി അങ്ങനെ എടുക്കാം. പക്ഷെ ഇതായിരിക്കും കുറച്ചുകൂടി നമുക്ക് ഇങ്ങനെ ഒരു അതിലേക്ക് പോവാൻ കുറച്ചുകൂടെ സൗകര്യം. മാത്സ് എമ്മും ബയോളജി ബിയും. ഇപ്പൊ തന്നിരിക്കുന്നത് എന്തൊക്കെയാന്ന് നോക്കാം. മാത്സ് 40% ആണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ 40% എന്ന് പറഞ്ഞാൽ മീനിങ് 40/100. അപ്പം 100 കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 40 പേർ മാത്സ് സ്റ്റുഡൻസ് ആണ്, മാത്സ് പഠിക്കുന്നവരാണ് എന്നല്ലേ അർത്ഥം. അപ്പൊ നമുക്ക് പി ഓഫ് എം, പ്രോബബിലിറ്റി ഓഫ് മാത്സ് സ്റ്റുഡൻസ് നോക്കാം. ദാറ്റ് ഈസ് 40/100. നമുക്ക് അതിനെ ഡെസിമലിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഇതിനെ 4/10 എന്നെടുക്കാം. പിന്നെ 4/10 വേണം, അല്ലെങ്കിൽ ഡെസിമൽ എടുക്കാം അല്ലേ, കുറച്ചുകൂടെ സൗകര്യം. Then take it as decimal 0.4. Then probability of a biology student, P of B, that is equal to 30/100, that is equal to 0.3. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 2 പ്ലേസസ് ഓഫ് ഡെസിമൽ. ഇപ്പൊ 30 മീൻസ് 30 പോയിന്റ്, ഇവിടെയാണ് പോയിന്റ് നിൽക്കുക. ആ ഡെസിമൽ ലെഫ്റ്റിലോട്ട് 2 0 ആയതുകൊണ്ട് 2 ഡെസിമൽ ഇങ്ങോട്ട് മാറി 0.3 ആകും. അതൊക്കെ അറിയാമായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞു മാത്രം. ഇനി നെക്സ്റ്റ് മാത്സ് ആൻഡ് ബയോളജി സ്റ്റുഡൻസ് 10% ആണ്. പി ഓഫ് മാത്സ് ആൻഡ് ബയോളജി ഇന്റർസെക്ഷൻ common students ആണ്. So P of M intersection B is equal to 10/100, that is 0.1. Any question P of maths or bio ആണ് question. So P of M or B, that is equal to P of M union B, or എന്ന് വരുന്നത് ടോട്ടൽ ആണ് വരിക. So it is union. ഫോമിൽ എഴുതാം P of M plus P of B minus P of M intersection B. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
that is equal to P of M is 0.4 plus 0.3 minus 0.1. This is 0.7 minus 0.1, 0.6. So that probability is 0.6. എഴുതി കഴിഞ്ഞാൽ പറയൂ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. കഴിഞ്ഞു ടീച്ചർ. Next, question number 19. In an entrance test that is graded on the basis of 2 examinations, that is graded on the basis of 2 examinations, comma, the probability of a randomly chosen student, passing the entrance examination is 0.8. And the probability of the probability of a randomly chosen student passing the first examination is 0.8. In the first examination, passing the first examination 0.8, and probability of passing the second examination is 0.7. Probability of passing the second examination is 0.7. The probability of passing at least one of them is 0.95. What is the probability of passing both? അപ്പോൾ 2 എക്സാം പാസ്സാവാനുള്ള പ്രോബബിലിറ്റി ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആ ഇവന്റ് പ്രോബബിലിറ്റി ഓഫ് പാസിംഗ് ദി ഫസ്റ്റ് എക്സാം എന്ന മീൻസ് പാസിംഗ് ദി ഫസ്റ്റ് എക്സാം എന്ന ഇവന്റിനെ എ എന്നും പാസിംഗ് ദി സെക്കൻഡ് എക്സാം എന്ന ഇവന്റിന് ബി എന്നും എടുക്കാം. ക്വസ്റ്റ്യനില് ഈ പി ഓഫ് എ ആണ്, പി ഓഫ് എ 0.8 എന്നും പി ഓഫ് ബി 0.7 എന്നും എടുത്താല് എന്താണ് ഈ തന്നിരിക്കുന്ന ഈ പ്രോബബിലിറ്റി 0.95 എന്ന് പറഞ്ഞാൽ എന്തിന്റെ പ്രോബബിലിറ്റി ആണത്? ഇറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് പാസിംഗ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം. ഒന്നെങ്കിലും പാസ്സാവുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്ന് പാസ്സാവുക അല്ലെങ്കിൽ രണ്ടാം പാസ്സാവുക, മിനിമം ഒന്ന് എന്നാണ്, അറ്റ്ലീസ്റ്റ് വൺ. അങ്ങനെ വരുമ്പോൾ ഈ 0.95 ഏതിന്റെ പ്രോബബിലിറ്റി പറയൂ? ഇൻ ടേംസ് ഓഫ് എ ആൻഡ് ബി ഏതിന്റെ പ്രോബബിലിറ്റി ആണ് പറയാമോ? യൂണിയൻ ആണ്. It is equal to P of A union. P of A union B ആണ് 0.95 എന്ന് തന്നിരിക്കുന്നത്. Then what is the probability of passing both എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ഇനി കാണേണ്ടത്? ക്വസ്റ്റ്യൻ എന്താ?
in terms of A and B? What is the question? Intersection. So P of A intersection B is the question. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തിട്ട് ആൻസർ പറയൂ. P of A union B യുടെ ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. It is P of A plus P of A minus P of A intersection B. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 0.55. ഓ നോക്കട്ടെ കേട്ടോ, ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. റൈറ്റ് നിന്ന് 92 ടേം ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. 1.5 ഈ ടേം ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാം. മൈനസ് 0.95 സബ്ട്രാക്ട് ചെയ്യാം. ആണ് ആൻസർ പറഞ്ഞത്. ഇയാള് ആരാ പറയൂ, പേര് പറയൂ. ശ്രീനിധി. ശ്രീനിധി. ഓ വെരി ഗുഡ്. ബാക്കിയുള്ളവർക്ക് കിട്ടിയോ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം അല്ലേ? പോവാം. കംപ്ലീറ്റ് ചെയ്തില്ലേ? Next, the probability that 20th question, the probability that a student will pass the final examination, probability that a student will pass the final examination in both English and Hindi, in both English and Hindi is 0.5. 0.5. And the probability of passing neither, the probability of passing neither is 0.1. If the probability of passing the English examination is 0.75, probability of passing the English examination is 0.75. What is the probability of passing the Hindi examination? Passing the Hindi examination. English examination pass ആവുന്ന ഇവന്റിനെ നമുക്ക് ഇ എന്ന് വിളിക്കാം. ഹിന്ദി പാസ് ആവുന്ന ഇവന്റ് എച്ച് എന്ന് വിളിക്കാം. അല്ല നിങ്ങൾക്ക് എ ആൻഡ് ബി ആണ് സൗകര്യമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. എങ്ങനെയാണ് നമുക്കത് നെയിം ചെയ്യുന്നതിന് എങ്ങനെ വേണമെങ്കിൽ നെയിം ചെയ്യാം. അപ്പോൾ പി ഓഫ് ഇ 0.75 എന്ന് തന്നിട്ടുണ്ട്. പി ഓഫ് എച്ച് ആണ് ക്വസ്റ്റ്യൻ. ഇനി എന്താ ഇത് രണ്ടും? ഈ 0.5 എന്ന് പറഞ്ഞാൽ എന്ത് പ്രോബബിലിറ്റിയാ പറയാമോ? In terms of E and H, and P of what's that? P of E intersection H. Yes, intersection H. That is 0.5. And next one is P of neither. Probability of neither. That is P of neither എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷും പാസ്സാവുന്നില്ല. Means E dash. ഇംഗ്ലീഷും ഇല്ല, ഹിന്ദിയും ഇല്ല. So E dash intersection H dash. This is 0.1. E neither. E dash intersection H dash. അപ്പോൾ നമുക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാം.
പി ഓഫ് ഡി മോർഗൻ ലോ ഉപയോഗിച്ച് സിംഗിൾ ഡാഷിൽ എഴുതുമ്പോൾ ഈ ഇന്റർസെക്ഷൻ യൂണിയൻ ആയി മാറും എച്ച് ഹോൾ ഡാഷ്. അപ്പോൾ ഇന്റർസെക്ഷൻ യൂണിയൻ ആവും. ദിസ് ഇസ് 0.1. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് പി ഓഫ് ഇ യൂണിയൻ എച്ച് കാണാൻ പറ്റും. കാരണം പി ഓഫ് എ ഡാഷ് ഈസ് 1 മൈനസ് പി ഓഫ് എ. So P union H is equal to 1 minus 0.1. That is equal to 0.9. ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. കാരണം ഒരു സെറ്റിന്റെയും അതിന്റെ കോംപ്ലിമെന്റിന്റെയും കൂടെ പ്രോബബിലിറ്റി ആഡ് ചെയ്താൽ 1 ആണ് കിട്ടുക. അപ്പോൾ സെറ്റിന്റെ പ്രോബബിലിറ്റി ആണെങ്കിൽ 1 നിന്ന് കോംപ്ലിമെന്റ് മൈനസ് ചെയ്യണം. കോംപ്ലിമെന്റിന്റെ ആണ് കാണുന്നെങ്കിൽ 1 നിന്ന് ആ സെറ്റിന്റെ പ്രോബബിലിറ്റി മൈനസ് ചെയ്യണം. അങ്ങനെ ഇവിടെ സെറ്റിന്റെ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കോംപ്ലിമെന്റിന്റെ പ്രോബബിലിറ്റി നമ്മൾ മൈനസ് ചെയ്തു. 1 മൈനസ് 0.1 0.9. അപ്പോൾ ഈ വാല്യൂ ഉണ്ട്, പിന്നെ ഇന്റർസെക്ഷൻ ഉണ്ട്, ഇ ഉണ്ട്, എച്ച് കാണണം. നമ്മുടെ ഫോർമുലയിലേക്ക് വരാം. പി ഓഫ് ഇ യൂണിയൻ എച്ച് ഇസ് ഈക്വൽ ടു പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എച്ച് മൈനസ് പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എച്ച്. അതിൽ നമുക്ക് കയ്യിലുള്ള വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇ യൂണിയൻ എച്ച് ഉണ്ട് 0.9, പി ഓഫ് ഇ ഉണ്ട് 0.75, പി ഓഫ് എച്ച് ഇല്ല, ഇന്റർസെക്ഷൻ ഉണ്ട് 6.5. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 0.9 is equal to 75 minus 0.5. P of H. P of H റൈറ്റ് പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്നത് അത് അവിടെ നിൽക്കട്ടെ. ഈ നമ്പറിനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാം. P of H is equal to 0.9 minus 0.25. 0.65. 0.65. കഴിഞ്ഞ പറയൂ കേട്ടോ. Question number 21. In a class of 60 students, 30 opted for NCC. 30 opted for NCC. 32 opted for NSS. 32 opted for NSS and 24 opted for both NCC and NSS. Both NCC and NSS. If one of these students is selected at random, find the probability that മൂന്ന് questions ആണ്. Question number 1. The student opted for NCC or NSS. Probability that student opted for NCC or NSS.
Second, student had opted neither NCC nor NSS. Student had opted neither NCC nor NSS. Third question, the student has opted NSS but not NCC. But not NCC. അപ്പോൾ ഇങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആൻസർ ചെയ്യാനുള്ളത്. ഇവിടെ NCC NSS എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഇവന്റെ AB എന്ന് തന്നെ എടുക്കാം. അപ്പോൾ NCC ഓപ്റ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾ ആ ഇവന്റ് നമുക്ക് A എന്ന് വിളിക്കാം. അതുപോലെ NSS ഓപ്റ്റ് ചെയ്തവരെ B എന്ന് വിളിച്ചാൽ എന്തൊക്കെയാണ് നമുക്ക് ഡാറ്റ ക്വസ്റ്റ്യൻ കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ആദ്യം നോക്കണം. അപ്പോൾ ഒരു ക്ലാസ്സിൽ 60 കുട്ടികളുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ 30 ആണ് NCC ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് NCC ഓപ്റ്റ് ചെയ്ത കുട്ടികളുടെ ആ പ്രോബബിലിറ്റി കാണാൻ പറ്റും. എങ്ങനെയാണ് P of A അപ്പൊ എന്ത് വരുന്ന ആദ്യം നമ്മൾ കാണാണ്. 60ല് 30 NCC ആണ്. So P of A is equal to 30 by 60. പിന്നെ നമുക്കൊരു ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു സൗകര്യത്തിന് എപ്പോഴും നമുക്ക് കാൽക്കുലേഷൻ ഫ്രാക്ഷനിൽ വരുമ്പോൾ ഡിനോമിനേറ്റർ ഇങ്ങനെ സെയിം ആയി നിന്നാൽ കുറച്ച് ഈസിയാണ്. ന്യൂമറേറ്റർ ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ എന്ത് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ നമ്പേഴ്സ് ഒക്കെ നോക്കാം. 32 34 ഒക്കെ വരുന്നുണ്ട്. ഒരു എത്ര ഇതിന് ഇങ്ങനെ ചെയ്യാൻ നോക്കാം. അതിൽ നമ്മൾ 1/2 എന്ന് കിടക്കട്ടെ. ഇനി P of B is equal to NSS 32 students ആണ്. 32 by 60 ഒരു 4 കൊണ്ട് കട്ട് ചെയ്താൽ 8 by 50 അല്ലേ. ഇനി NCC and NSS, that is P of A intersection B, that is equal to 24 by 60. എല്ലാം ആ ക്ലാസ്സിനെ ബേസ് ചെയ്താണ് പറയുന്നത്. ക്ലാസ്സിൽ 60 സ്റ്റുഡൻസ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രോബബിലിറ്റി കാണുമ്പോൾ ഇവിടെ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞ ആ ക്ലാസ് ആണ്. അതില് നമ്പർ 60. സോ N of S is 60. പിന്നെ N of A എന്ന നമ്പറാണ് ഈ 30 32 24 ഒക്കെ വരുന്നത്. by 50 എന്നെടുക്കാം. അതിനത് ഞാൻ പറഞ്ഞില്ല അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നില്ല. നമുക്കത് നോക്കാം ലാസ്റ്റ് കാൽക്കുലേഷൻ വരുമ്പോൾ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ആ 60 തന്നെ ഇടുക എന്നുള്ളതാണ്. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യാം ആൻസർ മാത്രം സിംപ്ലിഫൈ ചെയ്യാം. അങ്ങനെ ചെയ്യാം. സിംപ്ലിഫിക്കേഷൻ എപ്പോഴും നമ്മുടെ കംഫർട്ടാണ്. നമുക്ക് എങ്ങനെയാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള അങ്ങനെ ചെയ്യാം. അപ്പോൾ വാല്യൂസ് അങ്ങനെ കിടക്കട്ടെ. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രോബബിലിറ്റി ഓഫ് NCC ഓർ NSS എന്ന് പറഞ്ഞാൽ A യൂണിയൻ B. P of first question is P of A union B. P of A plus P of B minus P of A intersection B. That is equal to P of A. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാതെ വെച്ച് ഈ വാല്യൂ ഇല്ലേ അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 30 by 60 plus 32 by 60 minus 24 by 60. സിംപ്ലിഫൈഡ് വാല്യൂ അവിടെ കിടക്കില്ല. ഇതിന്റെ ആൻസറിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ മതി. സോ 60 is in LCM. ഇനി 30 plus 32 minus 24. 62 minus 24 by 60. 38 by 60. ഒരു
2 കളഞ്ഞാൽ 19/30. 2 കൊണ്ട് കട്ട് ചെയ്താൽ 19/30 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? Yes, ma'am. Yes, ma'am. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിലേക്ക് വരാം. Neither NCC nor NSS, we have to find P of A dash intersection B dash. NCCയും അല്ല NSSഉം അല്ല എന്ന് പറയുമ്പോൾ intersection A dash intersection. That is equal to P of, വീണ്ടും നമ്മൾ ഡി മോർഗൻ ലോ എന്ന് യൂസ് ചെയ്യാണ്, സിംഗിൾ ഡാഷിൽ എഴുതാണ്. അപ്പോൾ എഴുതി ഇന്റർസെക്ഷൻ യൂണിയൻ ആവും B whole dash. P of A union B whole dash. That is equal to 1 minus P of A union B another. That is equal to 1 minus 19/30. A union B നമ്മൾ കണ്ടിട്ടുണ്ട്. So it is 30 minus 19/30. 11/30. കഴിഞ്ഞ പറയൂ, നമുക്ക് തേർഡ് ക്വസ്റ്റിലേക്ക് പോവാം. കഴിഞ്ഞു ടീച്ചർ. In third. സ്റ്റെപ്സ് ഇത്തിരി ടഫായി അല്ലെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി വരികയാണെങ്കിൽ നമുക്ക് എപ്പോഴും വെൻ ഡയഗ്രാം നമ്മുടെ കയ്യിലുണ്ട്, അതും നമുക്ക് യൂസ് ചെയ്യാം സൊല്യൂഷൻ വേണ്ടിയിട്ട്. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുക ഡയഗ്രാം, വെൻ ഡയഗ്രാം യൂസ് ചെയ്താലാണ്. നമുക്ക് വെൻ ഡയഗ്രത്തിൽ നിന്ന് പെട്ടെന്ന് കിട്ടും. എ ബി, അപ്പം ഇവിടെ എ യൂണിയൻ ബി എന്ന് പറയുന്ന ഹോൾ ക്ലാസ് ആയി നിൽക്കുകയാണ് കേട്ടോ ഇത്. ഇനി നമ്മള് പ്രോബബിലിറ്റി ഇതിൽ പോസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പ്രോബബിലിറ്റി പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ഇന്റർസെക്ഷനിലെ പ്രോബബിലിറ്റി ആദ്യം കൊടുക്കണം. അപ്പോൾ ഇന്റർസെക്ഷനിലെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഈ സിംപ്ലിഫൈ ചെയ്യാത്ത നമ്പർ, അതായിരിക്കും നമുക്ക് കൂടുതൽ പെട്ടെന്ന് മനസ്സിലാവാൻ നല്ലത്. അപ്പോൾ ഇന്റർസെക്ഷൻ 24/60. ഓർക്കുക, നമ്പർ അല്ല, നമ്മൾ പ്രോബബിലിറ്റിയാണ് കൊടുക്കുന്നത്. ഇനി എയുടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 30/60 ആണ്. അതില് 24/60 ഈ പോർഷനിൽ വന്നു കഴിഞ്ഞു. ബാക്കി അപ്പൊ ഈ പോർഷനിലേക്ക് ഉള്ളത് എത്രയായിരിക്കും? റിമൈനിങ് 6/60. 24 + 6 ആണ് 30. അപ്പൊ ഇത് കംപ്ലീറ്റ് ആയി. ഇനി ബി പോർഷൻ നോക്കുക. 32/60 ആണ് ഇവിടെ, ഈ പോർഷൻ ആണ് ബി. അവിടുത്തെ പ്രോബബിലിറ്റി ആണ് 32/60. അതിൽ 24 ഇവിടെ ഉണ്ട്, ഈ ഇന്റർസെക്ഷൻ പോർഷനിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഇനി ബാക്കി എത്ര വേണ്ടുള്ളൂ ഈ സൈഡിലേക്ക്? 24, 32 ആവാൻ വേണ്ടിയിട്ട് 8/60 ആണ്. നമ്മൾ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് NSS. NSS എന്ന് പറഞ്ഞാല് നമ്മുടെ ബി ആണ്. പ്രോബബിലിറ്റി ഓഫ് NSS ബട്ട് നോട്ട് NCC. This is NCC, this is NSS. Probability of NSS but not NCC. ഇതല്ല. അപ്പോൾ എത്ര വരുന്നത്? 8/60. So that P of NSS
part, not NCC, that is equal to 8/60. 4 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 2/15 എന്ന് കിട്ടും. ഡൗട്ട് ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ. ഇങ്ങനെ ഇത് സോൾവ് ചെയ്ത് പറയാൻ കാരണം മിക്കവാറും എല്ലാവർക്കും ഈ ഫിഗർ ഇങ്ങനെ ഈ ഡയഗ്രാം കണ്ട പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അല്ലാതെ നമ്മൾ ഡയഗ്രത്തിന്റെ ഹെൽപ്പ് ഇല്ലാതെയും ഇത് സോൾവ് ചെയ്യാം. NSS നമ്മൾ എന്താ എടുത്തത്? ബി അല്ലേ? അപ്പൊ ആക്ച്വലി തേർഡ് ഈസ് പി ഓഫ് ബി ഇന്റർസെക്ഷൻ എ ഡാഷ്. പി ഓഫ് ബി ഇന്റർസെക്ഷൻ എ ഡാഷ് എന്ന് പറഞ്ഞാല് ബിയുടെയും എ ഡാഷിന്റെയും പോർഷൻ, ഈ പോർഷൻ, ദാറ്റ് പോർഷൻ ഈസ് P of B minus P of A intersection B. അങ്ങനെയാണ് ആ ഡയഗ്രത്തിന്റെ ഹെൽപ്പ് ഇല്ലാതെ ചെയ്യാം. ഇതിൽ പോസ്റ്റ് ചെയ്താലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കഴിഞ്ഞ പറയൂ. കഴിഞ്ഞു ടീച്ചർ. ഓക്കെ. അപ്പോ ആ പ്രോബബിലിറ്റി ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഞാനൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ.